എന്റെ കയ്യിൽ ഒരു തമ്പോലയുണ്ട്, ഒരു ലുഡോ ക്യൂവിന്റെ ബോക്സ് ഉണ്ട്. നീ ഇത് മാത്രമല്ല, അതെ നിങ്ങൾ നോക്കിക്കോ, ബാസ്കറ്റ് ബോളിന്റെ ഒരു സാധനമുണ്ട് എന്റെ കയ്യിൽ. ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് എന്തിനാണ് ഇവിടെ മേടിച്ചു വെച്ചേക്കണമെന്ന് അറിയാവാ? സ്പെഷ്യലായിട്ട് എന്റെ ഇടവകയിലെ ഈ കുന്നേപ്പള്ളിയിലെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ചേക്കുന്ന സാധനമാണ്. അത് ഞാൻ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി മേടിച്ചു വെച്ചേക്കണ ഒരു കാര്യമാണ്. ഇന്നത്തെ വചനത്തിൽ ഈശോ ചോദിക്കുന്നത് വിശേഷ വിധിയായി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതാണ്. സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയുണ്ട്? അവരങ്ങനെ പെരുമാറുന്നുണ്ട്, ഇവരിങ്ങനെ പെരുമാറുന്നുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വിശേഷ വിധിയായി എന്തുണ്ട്? ഇതാണ് ഈശോ ഇന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് എനിക്കൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, എനിക്കൊരു ഡ്രസ് ഉണ്ട്, അതല്ല പ്രധാനപ്പെട്ട കാര്യം. സ്പെഷ്യൽ ആയിട്ട് എനിക്കൊരു വണ്ടി ഉണ്ട്, സ്പെഷ്യൽ ആയിട്ട് എനിക്കൊരു കാറുണ്ട്, അതല്ല പ്രധാനപ്പെട്ട കാര്യം. സ്പെഷ്യൽ ആയിട്ട് വിശേഷ വിധിയായി നിന്റെ സ്വഭാവത്തിൽ എന്തുണ്ട്? ഇപ്പൊ ഞാൻ ഈ തമ്പോലയും ഈ ലുഡോ ക്യൂയും ഈ ബാസ്കറ്റ് ബോളും ഒക്കെ മേടിച്ച് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്പെഷ്യൽ ആയിട്ട് എന്റെ സ്വഭാവത്തിൽ എന്തുണ്ട് എന്നും കൂടി ഞാൻ ചോദിച്ചു നോക്കണം. സ്പെഷ്യൽ ആയിട്ട് എന്റെ സ്വഭാവത്തിൽ എന്തുണ്ട്? ഈ പിള്ളേർക്ക് എന്റെ അടുത്തേക്ക് വരാൻ, ഈ ഇടവകക്കാർക്ക് എന്റെ അടുത്തേക്ക് വരാൻ സ്പെഷ്യൽ ആയിട്ട് എന്റെ സ്വഭാവത്തിൽ എന്തുണ്ട്? എന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ട് എന്ത് സ്വഭാവം എനിക്കുണ്ട്? ഞാൻ ചിന്തിച്ചു നോക്കേണ്ട ദിവസമാണ്. സ്പെഷ്യൽ ആയിട്ട് എന്റെ കയ്യിൽ എന്തുണ്ട് എന്നൊന്ന് ചിന്തിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.